ബദർ യുദ്ധം നടന്ന സമയത്ത് നമുക്കറിയാലോ, അള്ളാഹുവിന്റെ ഹബീബിന് കുടിക്കാനും കുളിക്കാനും മറ്റു ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്വഹാബത്തെ കിറാം ഒരു തടാകം, ഒരു ഹൗള് കെട്ടിക്കൊടുത്തു. ആദ്യം അവർക്ക് വെള്ളമുണ്ടായിരുന്നില്ല. ശത്രുക്കളാണ് വെള്ളമുള്ള ഭാഗമൊക്കെ തിരഞ്ഞെടുത്തത്, കിണറൊക്കെ ഉള്ള ഭാഗം. പിന്നീട് ഒരു മഴ പെയ്തല്ലോ, ആ മഴ വലിയ അനുഗ്രഹമായി മുസ്ലിമീങ്ങൾക്ക്. അങ്ങനെ മഴ പെയ്ത കാരണം കൊണ്ട് അവർക്ക് വെള്ളം കിട്ടി. അങ്ങനെ വെള്ളം ഒരു തടാകം കെട്ടിയിട്ട് അതിൽ വെള്ളം കെട്ടി നിർത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാനും മറ്റു ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്വഹാബത്തെ കിറാം ഒരു ഹൗള് കെട്ടിക്കൊടുക്കുകയാണ്. ആ ഹൗള് കൊടുത്ത് അത് കണ്ട സമയത്ത് ശത്രുക്കൾ ചോദിച്ചു. ശത്രുക്കൾ പറയാണ്, ആരാണ് മുഹമ്മദിന്റെ ഹൗള് തകർക്കുക? അവരെ കൂട്ടത്തിലുള്ള അബൂജഹൽ എന്ന് പറയുന്ന കിങ്കരൻ പറഞ്ഞു, ആരാണ് മുഹമ്മദിന്റെ ഹൗളിനെ പൊളിക്കുക? അതിലുള്ള വെള്ളം ആരാണ് കുടിക്കുക? ആരാണ് അതിനെ തകർത്ത് കളയുക? അതിന് ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരെ കൂട്ടത്തിലുള്ള അസ്വദ് എന്ന് പറയുന്ന വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, ലഅശ്റബന്ന മിൻ ഹൗളിഹിം, നിശ്ചയമായിട്ടും അവരെ ഹൗദിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കും. ഔലാഹുദിമന്നഹു, അല്ലെങ്കിൽ ഞാൻ അതിനെ തകർത്ത് കളയും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നുകൊണ്ട് മരണപ്പെടും. ഒന്നിരിക്കൽ ഞാൻ അതിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ ആ ഹൗദ് തകർത്ത് കളയും. അതുമല്ലെങ്കിൽ എന്നെ അവർ അവിടെ ഇട്ടേച്ചുകൊണ്ട് വധിക്കേണ്ടി വരുന്നതാണ്. ഇങ്ങനെ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അസ്വദ് മുന്നോട്ട് വന്ന് അല്ലാഹുവിന്റെ ഹബീബിന് കെട്ടിക്കൊടുത്ത ഹൗദ് തകർക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ചാടി വീണിട്ട് അവനെ വകവരുത്തിയല്ലോ. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തംബിർ അസ്വദിൽ മാറടാ, വള്ളർ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോരാരടാ. അംബർ സഫിയുള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ. ഖൈറുൽ വറാ നബിയാർ കൂളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചോട്ടെ എന്ന് പറഞ്ഞ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ചാടി വീഴുകയും ആ ശത്രുവിനെ വകവരുത്തുകയും വെള്ളം കുടിക്കാൻ അവർ